ആണവോർജ്ജ പ്ലാന്റുകളിൽ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ആദ്യമേ ആണവോർജ്ജം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാം. ഒരു ന്യൂട്രോൺ U-235 ആറ്റത്തിൽ ചെന്ന് ഇടിക്കുമ്പോൾ ഈ U-235 ആറ്റം വിഘടിക്കുകയും താപം ഉണ്ടാവുകയും ഒപ്പം നിരവധി ന്യൂട്രോണുകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ന്യൂട്രോണുകൾ ചെന്ന് വീണ്ടും അടുത്ത ആറ്റങ്ങളിൽ ഇടിക്കുകയും ഇതുവഴി താപോർജ്ജം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യമേ ആണവോർജ്ജം താപോർജ്ജത്തിലേക്കാണ് മാറ്റിയെടുക്കുന്നത്. എന്നാൽ ഈ താപോർജ്ജം ഉണ്ടാക്കുവാൻ തീയുടെയോ ഓക്സിജന്റെയോ ആവശ്യം വരുന്നുമില്ല. ഈ ഉണ്ടാകുന്ന ചൂട് ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ആവി ഉണ്ടാക്കുകയും അത് കടത്തിവിട്ട് ടർബൈൻ കറക്കി ജനറേറ്ററുകൾ വഴിയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ആണവോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്നതും. എന്നാൽ കൽക്കരി പോലെ വലിയ അളവിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തി യുറേനിയം എത്തിക്കേണ്ടി വരുന്നില്ല. ഓരോ ഫ്യൂവൽ റോഡും ദീർഘനേരത്തേക്ക് താപോർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. 1 കിലോഗ്രാം യുറേനിയത്തിന് 24 ദശലക്ഷം കിലോവാട്ട് അവർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. അതായത് 1000 കണക്കിന് ടൺ കൽക്കരി കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറും 1 കിലോ യുറേനിയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാം. കുറച്ചുകൂടി വിശദമായി പറയുമ്പോൾ ഒരു ചെറിയ യുറേനിയം ഫ്യൂവൽ പെല്ലറ്റ് നമ്മുടെ വിരലിന്റെ അറ്റത്ത് പിടിക്കുവാൻ കഴിയും. ഈ ഫ്യൂവൽ പെല്ലറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം കൽക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 1 ടൺ കൽക്കരി വേണം. ഇതേ ഊർജ്ജം എണ്ണയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 149 ഗ്യാലൻ എണ്ണ വേണം. പ്രകൃതിവാതകത്തിൽ നിന്നാണെങ്കിൽ 17,000 ക്യൂബിക് ഫീറ്റ് പ്രകൃതിവാതകം ആവശ്യമുണ്ട്. ഇത്രയും ചെറിയ അളവിൽ നിന്ന് ഇത്രയധികം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല.